മീൻ നന്നാക്കിയെടുക്കാൻ കുറച്ചൊന്ന് വൈകിക്കഴിഞ്ഞാൽ മതി, നമ്മുടെ മീനൊക്കെ കേടുവരുന്നുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. മീൻ കറിക്കുള്ളതും വറുത്തതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ മീൻ നന്നാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മീനൊക്കെ കുഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 2 മുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ട അല്ലെങ്കിൽ പനിഞ്ഞി, ഞങ്ങളിവിടെ താമസിക്കുന്ന അവിടെ ഇവരൊക്കെ പനിഞ്ഞി എന്നാണ് കേട്ടോ പറയുക. നിങ്ങളുടെ നാട്ടിൽ മുട്ട പനിഞ്ഞി അല്ലാതെ വേറെ എന്തെങ്കിലുമാണ് ഇതിന് പറയണമെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മീൻ വറുക്കാനിടുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അതൊക്കെ ഇങ്ങനെ ചില സമയത്ത് ഇങ്ങനെ മുകളിലേക്ക് തെറിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ പനിഞ്ഞിയൊക്കെ നമ്മൾ വറുക്കാൻ പോയി കഴിഞ്ഞാൽ അത് നല്ലോണം പൊട്ടിത്തെറിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ മേലൊരു പ്രാവശ്യം പൊട്ടിത്തെറിച്ചതുമാണ്. പനിഞ്ഞി മാത്രം ഞാൻ തനിയെ വറുക്കുകയാണ് കേട്ടോ ചെയ്യുക. അത് സെപ്പറേറ്റ് എണ്ണയിലിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുക. ഒരു ലിഡ് വെച്ച് അടച്ചിട്ടൊക്കെയാണ് വറുക്കുക, അല്ലെങ്കിൽ അതിങ്ങനെ പൊട്ടിത്തെറിക്കുമല്ലോ. അങ്ങനെ മീൻ കറിയും മീൻ വറുത്തതൊക്കെ ആയിട്ട്, മീൻ വറുത്തതുള്ള സമയത്തൊക്കെ കുറച്ച് സവാള ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഉച്ചയ്ക്ക് വെച്ച കുറച്ച് കോവയ്ക്ക ഉപ്പേരിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കോവയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതൊക്കെ കൂട്ടി കഴിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.